പോയ വാരത്തിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചത് 3 ആത്മഹത്യകളാണ്. 3ഉം വിദ്യാർത്ഥികളാണ്. നീറ്റ് പരീക്ഷ എഴുതിയിരുന്നവരാണ് എന്നുള്ളതാണ് അവരെ തമ്മിൽ യോജിപ്പിക്കുന്ന ഘടകം. നമ്മൾ കണ്ടു നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആ പരീക്ഷ ക്യാൻസൽ ചെയ്യുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പരീക്ഷ നടത്തിയത്. അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തായി, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നേരത്തെ ചോർത്തി കൊടുത്തു എന്നുള്ളതാണ് ആക്ഷേപം. വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി കഴിയുമ്പോൾ അതിൽ ഇതുപോലെയുള്ള കളവ് നടന്നു എന്ന് വരുമ്പോൾ സഹിക്കാനാവാതെ കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാർത്ഥികൾ, നന്നായി പെർഫോം ചെയ്ത വിദ്യാർത്ഥികൾ ഇനി ഒരിക്കൽ കൂടി അത് ചെയ്യേണ്ടി വന്നാൽ ശരിയാകുമോ എന്ന് ആശങ്ക വരുമ്പോൾ മൃത്യുവിൽ അഭയം തേടുന്നത് നമ്മൾ കാണും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമുക്കറിയാം, അതിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു PV കുൽക്കർണിയാണ്. അദ്ദേഹം പ്രൊഫസറാണ്. അദ്ദേഹം ഇവരുടെ കൗൺസിൽ അംഗമാണ്. അപ്പോൾ അദ്ദേഹം ക്വസ്റ്റ്യനുകൾ ചോർത്തി മാതൃകാ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ട്യൂഷൻ എടുക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നു. ആ ക്വസ്റ്റ്യൻസ് പുറത്തു പോകുന്നു. അതിനകത്ത് ലക്ഷക്കണക്കിനല്ലേ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഉണ്ടാകുന്നു. അതിൽ അദ്ദേഹത്തിനോടൊപ്പം യുവമോർച്ചയുടെ രാജസ്ഥാനിലെ ഒരു നേതാവുമുണ്ട്. ആ രാജസ്ഥാനിലെ നേതാവ് കൊടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ വഴിയാണ് കേരളത്തിൽ എൻട്രൻസ് കോച്ചിങ്ങിന് വന്ന രാജസ്ഥാൻകാരനായ ഒരു വിദ്യാർത്ഥി അങ്ങനെ എഴുതിയെന്നുള്ളത് കൊണ്ടാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. നമ്മുടെ ഒരു പുതിയ ജനറേഷൻ, പുതിയൊരു തലമുറ അതിനെ വാർത്തെടുക്കുന്ന ശ്രമങ്ങൾക്കിടയിൽ ഇതുപോലെയുള്ള കള്ളനാണയങ്ങൾ കടന്നു വന്നാൽ എങ്ങനെയാണ്? 22.7 ലക്ഷം കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. അവരെല്ലാം ഇനി കാത്തിരിക്കണം. ഇത് മെയ് മാസമാണ്. ജൂൺ 21 വീണ്ടും പരീക്ഷ നടത്തുന്നു. അപ്പോൾ നമ്മുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇങ്ങനെയാണെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന എല്ലാ മത്സര പരീക്ഷകളിലും ഇതുപോലെ ഉള്ളതെന്ന് അതിൻ്റെ റിസൾട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു പുനർജനനം ആ മേഖലയിൽ ആവശ്യമാണെന്നുള്ളതിൽ സംശയമില്ല. ഉത്തരം പറയാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് കേന്ദ്രത്തിൽ. വിദ്യാഭ്യാസത്തിന് സമ്പൂർണ്ണമായൊരു വകുപ്പ് പോലും അവിടെയില്ല. ആ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ആര് നൽകും എന്നെനിക്കറിയില്ല. നമ്മൾ കേന്ദ്രത്തിൽ വേറൊരു സംഭവം കണ്ടു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ രാത്രി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഗ്യാസിൻ്റെയും വില വർദ്ധിപ്പിക്കുന്നു. ജനങ്ങൾക്ക് സഹിക്കാനാവാത്ത ഭാരമാണ്. ഇപ്പോൾ 2 രൂപ അല്ലെങ്കിൽ 3 രൂപ അല്ലെങ്കിൽ 5 രൂപ കൂട്ടിയാൽ അത്രയേ ഉള്ളൂവെന്ന് കരുതുന്നതല്ല അതിൻ്റെ സ്ഥിതി. എല്ലാ മേഖലയിലേക്കും വിലക്കയറ്റം വന്നുവിടുമെന്നുള്ളതാണ്. അപ്പോൾ ഗ്യാസ്, കൊമേഴ്ഷ്യൽ ഗ്യാസ് കുറ്റിക്ക് ഉള്ള പണം കൂടിയപ്പോൾ നമ്മുടെ ഹോട്ടലുകൾ അടച്ചിടേണ്ട സ്ഥിതി വന്നു. തട്ടുകട പോലുമില്ല. വഴിയിലിറങ്ങി ഒരു ചായ കുടിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഇനി അത് വീട്ടമ്മ വരെ ബാധിക്കാൻ പോവുകയാണ്. അടുക്കളകൾ വളരെ ബുദ്ധിമുട്ടിൽ മുന്നോട്ട് പോകേണ്ട സാഹചര്യത്തിലേക്ക് വരാൻ പോകുന്നു. വാഹന ഗതാഗതം പ്രശ്നങ്ങളിലാവുന്നു. ഒരു ചെറിയ വണ്ടി ഉള്ളവന് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ 50 രൂപ പെട്രോളിന് വില വന്നപ്പോൾ ഓട്ടോറിക്ഷയും സ്കൂട്ടറും തള്ളി മുദ്രാവാക്യം മുഴക്കി തെരുവിലിറങ്ങിയ BJPയുടെ നേതാക്കളാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നതെന്ന് ഓർക്കണം. അപ്പോഴാണ് ഇത് 110-ന് മുകളിലോട്ട് കിടക്കുന്നു പെട്രോളിൻ്റെ വില. ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. ജനജീവിതത്തെ ആകെ തകർക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ കേന്ദ്രം അതിൻ്റെ സാമ്പത്തിക നയങ്ങളിലും ജനങ്ങളെ അടിച്ചമർത്താനും ജനങ്ങളെ ചൂഷണം ചെയ്തും മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെ പറ്റിയിട്ടൊന്നും ശക്തമായ ഒരു ചെറുത്തുനിൽപ്പ് അഖിലേന്ത്യാ തലത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഖേദകരം. അത്തരം ചെറുത്തുനിൽപ്പുകൾ സഹികെട്ടാൽ ആളുകൾ അതിന് തയ്യാറാവും എന്നുള്ളൊരു സംശയമില്ല. മറ്റൊരു സംഭവം നമ്മൾ കണ്ടത് തമിഴ്നാട്ടിലാണ്. അഭൂതപൂർവമായി ഇതുവരെ ഉണ്ടായിരുന്ന ചരിത്രത്തിനെയൊക്കെ മാറ്റി ഒരു സിനിമാ നടൻ്റെ നേതൃത്വത്തിൽ, ഞാൻ ചെറുതായി കാണുകയല്ല, ഒരു ചെറുപ്പക്കാരൻ അധികാരത്തിലേക്ക് വരുന്നു. ഞാൻ ആ രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയെ പറ്റിയിട്ടുള്ള തർക്കങ്ങൾ അവിടെ കസേര വേറെ ആർക്ക് കിട്ടണമെന്നുള്ളതിലല്ല, മറിച്ച് ഭൂരിപക്ഷമില്ല. കൃത്യമായി ഭരണഘടനയിലും അതുപോലെയുള്ള കീഴ്വഴക്കങ്ങളും ഒക്കെ വളരെ വ്യക്തമാണ് ഒരു ഗവർണറുടെ അധികാരം എന്താണെന്നുള്ളത്. അർലേക്കറാണ് അവിടെയും ഗവർണർ. അപ്പോൾ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി എന്താണ് പറയുന്നത് പ്രീ പോൾ അലയൻസ് ഉണ്ടെങ്കിൽ, ആ പ്രീ പോൾ അലയൻസിന് ഭൂരിപക്ഷമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിംഗിൾ പാർട്ടിക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ആ പാർട്ടിയുടെ തലവിനെ അല്ലെങ്കിൽ ആ മുന്നണിയുടെ തലവിനെ മന്ത്രിസഭ ഉണ്ടാക്കാൻ ക്ഷണിക്കണം. അവിടെ തർക്കങ്ങളില്ല. പക്ഷേ ഒരു ഹങ് അസംബ്ലി വന്നാൽ, ആർക്കും ഭൂരിപക്ഷമില്ലാതെ വന്നാൽ, അപ്പോൾ പ്രീ പോൾ അലയൻസിൽ ഏറ്റവും കൂടുതൽ MLA ജയിച്ച പാർട്ടിയുടെ നേതാവിനെ വിളിക്കണം. ഇവിടെ വളരെ കൃത്യമാണ്. DMK അലയൻസിനുള്ളതിനേക്കാൾ അല്ലെങ്കിൽ ADMK അലയൻസിനുള്ളതിനേക്കാൾ കൂടുതൽ സീറ്റ് വിജയിച്ചിരിക്കുന്നത് വിജയിൻ്റെ പാർട്ടിയാണ്. അവിടെ വേറൊന്നും നോക്കാനില്ല. ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് ഗവർണറെ വീടിനും അല്ലെങ്കിൽ തിണ്ണയിലുമല്ല,
അത് നിയമസഭയിലാണ്. എനിക്ക് ഇത്ര പേരുടെ ഭൂരിപക്ഷമുണ്ട്, ഇത്ര പേരുടെ പിന്തുണയുണ്ടെങ്കിൽ ഇത്ര പേരുടെ ഭൂരിപക്ഷം കിട്ടും എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ അത് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയാണെങ്കിൽ അവരെ മന്ത്രിസഭ ഉണ്ടാക്കാൻ ക്ഷണിക്കണം. പക്ഷേ അതിന് തയ്യാറായില്ല ഗവർണർ. സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ടോ അല്ലെങ്കിൽ SRI ബൊമ്മോയ് കേസിലെ വിധിയോ ഒന്നും ഗവർണർക്ക് ബാധകമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറയട്ടെ, ഈ ഒരു സ്ഥാനം, കേന്ദ്രത്തിൻ്റെ ചട്ടുകമായി ഇങ്ങനെയുള്ളൊരു സ്ഥാനം ഈ സംസ്ഥാനങ്ങൾക്ക് മേൽ ഒരു അധിക ഭാരം തന്നെയാണ്. ഏതായാലും സന്തോഷമായി, നമുക്കൊരു മുഖ്യമന്ത്രി വന്നു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ഇല്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടില്ല. UDF ഭൂരിപക്ഷം കിട്ടി, സ്വാഭാവികമായും UDFൻ്റെ നേതാവും മുഖ്യമന്ത്രിയാവുന്നു. നമുക്കതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ മുഖ്യമന്ത്രി തർക്കത്തിനിടയിൽ പൊന്തി വന്ന ചില കാര്യങ്ങളുണ്ട്. അതിലാരെ മുഖ്യമന്ത്രിയാക്കുന്നു എന്നുള്ളത് അവരുടെ മാത്രം കാര്യമാണ്. പക്ഷേ ഇതിനിടയിൽ വന്ന വാട്സാപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ വന്ന ഒരു പോസ്റ്റിങ്, അത് നാട്ടിൽ എഴുതി വച്ചിരുന്ന ചില പോസ്റ്ററിൻ്റെയാണ്. അത് കണ്ടത് ഇതാണ്: വയനാട്ടിലേക്ക് രാഹുലും പ്രിയങ്കയും ഇനിയും വരേണ്ടതില്ല. അഭിപ്രായം മുസ്ലിം ലീഗിൻ്റെതാണ്, യൂത്ത് ലീഗിൻ്റെതാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് പറയുന്ന ആൾ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ വയനാട് ലോക്സഭാ സീറ്റിൽ ഇനി കോൺഗ്രസ് തിരിഞ്ഞു നോക്കേണ്ടതില്ല. ഇതാണ് യഥാർത്ഥ ഇന്നത്തെ രാഷ്ട്രീയം. UDF നിലനിൽക്കണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ശാസനകൾക്ക് വഴങ്ങാതെ നിലനിൽക്കാൻ കഴിയാത്ത ഒരു അധപ്പതനത്തിലേക്ക് കോൺഗ്രസ് പോയിരിക്കുന്നു. കോൺഗ്രസ്സിന് മറ്റ് ഗതിയില്ല താനും. കാരണം റേബറേലിയിലോ അമേഠിയിലോ പഴയതുപോലെ പോയി നിന്നാലാവില്ല. അങ്ങനെ ഗതിയില്ലാതെ വന്നിട്ടാണല്ലോ കേരളം അഭയം തേടിയത്. ഇപ്പോൾ അഖിലേഷ് യാദവ് തമിഴ്നാട്ടിൽ DMKയോട് ഒരു വാക്കുപോലും പറയാതെ ചാടിയിറങ്ങിയതിന് ശേഷം അഖിലേഷ് യാദവ് എടുത്തിരിക്കുന്നൊരു തീരുമാനവുമുണ്ട്. അങ്ങനെ അഖിലേഷ് യാദവും കൂടെ ഇടഞ്ഞു നിന്നാൽ വടക്കേന്ത്യയിൽ, പ്രത്യേകിച്ച് UPയിൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ തട്ടകമായിരുന്ന UPയിൽ ഒരു സീറ്റും ജയിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ആ പാർട്ടി പോകും. ആ ദയനീയ സ്ഥിതി അവിടെ കാണും. എന്തുമാവട്ടെ, മുഖ്യമന്ത്രി പുതിയത് വന്നു. പുതിയ മുഖ്യമന്ത്രിയെപ്പറ്റി കാണുമ്പോൾ തെരഞ്ഞെടുപ്പ് രംഗം തൊട്ട് അതിനെ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ നമുക്കൊരു ചെറിയ മാതൃക കാണാൻ പറ്റും. ചരിത്രം നമ്മളെ ചിലത് ഓർമ്മപ്പെടുത്തും. ഒരു പുതിയ VSൻ്റെ രൂപമുണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടത്തിൽ ചില നിലപാടുകൾ പ്രഖ്യാപിച്ചത് VS പ്രഖ്യാപിക്കുന്ന നിലപാടുകൾ പോലെയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വന്നു, എന്താ വന്നത്? VSന് സീറ്റ് നിഷേധിച്ചപ്പോൾ തെരുവിൽ താനേ ജനങ്ങളിറങ്ങുന്നത് കണ്ടു. അതിനു പകരം കൃത്യമായി ആ തോന്നലുണ്ടാക്കുന്ന രീതിയിൽ തെരുവിൽ ആളുകളെ ഇറക്കി പ്രകടനം നയിക്കുന്നത് കണ്ടു. പോസ്റ്ററുകളും ബോർഡുകളും ഫ്ലെക്സും ഒക്കെ കണ്ടു. ഇത് ഇവരൊന്നുമല്ല വെച്ചതെന്ന് പറയാൻ കഴിയില്ല. കാരണം മാറ്റിവെക്കാൻ പറഞ്ഞപ്പോൾ ഈ 2 ഗ്രൂപ്പ് നേതാക്കന്മാരും കൃത്യമായി അത് മാറ്റിവെക്കുന്നത് കണ്ടു. അപ്പോൾ ആ ഒരു മോഡലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നാൽ, എന്തിന് മുദ്രാവാക്യം പോലും കണ്ണേ കരളേ VS എന്ന് ആയിരങ്ങൾ തൊണ്ട കീറി മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. അതേ മുദ്രാവാക്യം ഈ ഇപ്പോഴത്തെ നേതാവിൻ്റെ അനുകൂലികളും കണ്ണേ കരളേ VDS എന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. എവിടെയോ വെച്ച് കൃത്യമായി ആരോ പറഞ്ഞു കൊടുത്ത ഒരു പ്രതിച്ഛായ സൃഷ്ടിയും അതിനുശേഷമുള്ള അതിൻ്റെ നിർവഹണവും നമ്മൾ വ്യക്തമായി കാണുന്നുണ്ട്. അദ്ദേഹത്തിന് ആശംസകൾ നേരുക മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇന്നലെ കൊണ്ട് ബെയ്ജിംഗ് ഉച്ചകോടി കഴിഞ്ഞു. 13 തൊട്ട് 15 വരെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ചൈനയിൽ നടത്തിയ സന്ദർശനം, ചൈനീസ് നേതാവ് ഷീ ജിൻപിങ്ങുമായി അദ്ദേഹം നടത്തിയ സംഭാഷണങ്ങൾ, ചർച്ചകൾ. ലോകത്തെന്തോ വലിയ സംഭവങ്ങളുണ്ടാവുമെന്ന് എല്ലാവരും കരുതി. ഒന്നും സംഭവിക്കാതെ കടന്നുപോയി എന്നുള്ളതാണ് രസം. എന്തിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ പോയത് എന്നുള്ളതിനെപ്പറ്റി സംശയിക്കുന്നവരുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ തീർത്തും പരാജയപ്പെട്ടു എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ചൈനീസ് ഇടപെടലുകൾ ഉണ്ടാവാതിരിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ചൈന ഒരു ഉറപ്പും കൊടുത്തില്ല. എന്നു മാത്രമല്ല, അമേരിക്കയും ഇസ്രായേലും ഇറാൻ കാര്യത്തിലെടുക്കുന്ന നിലപാടുകളും ആക്രമണവും ശരിയല്ല എന്ന് വളരെ കൃത്യമായി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതേപോലെ തന്നെ മുന്നോട്ടുള്ള കാര്യങ്ങളിലും ഇനിയിപ്പോൾ തായ്വാൻ്റെ കാര്യം വരുന്നു. തായ്വാൻ്റെ കാര്യം വന്നാൽ ഒരു കാരണവശാലും അമേരിക്ക ഇടപെടരുതെന്നുള്ള കൃത്യമായ സന്ദേശവും നൽകുന്നു ചൈന. ചുരുക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ചൈന സന്ദർശനം കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് പട്ടി ചന്തയ്ക്ക് പോയ അതേ അവസ്ഥ തന്നെയാണ്. ഒരു അമേരിക്കൻ പ്രസിഡന്റിന് ഈ ഒരു ഗതികേടിലേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ സ്വഭാവവും അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യ അതിമോഹങ്ങളുമാണ് എന്നുള്ളതിൽ സംശയമില്ല. ഈ ലോകത്തിലെ മനുഷ്യത്വത്തിന് വില കൊടുക്കാത്ത, ലോക സമാധാനത്തിന് വില കൊടുക്കാത്ത, രാജ്യങ്ങളുടെ അന്തസ്സിനെയും അതിൻ്റെ അസ്തിത്വത്തെയും അംഗീകരിക്കാൻ തയ്യാറാവാത്ത ഭരണകൂടം എത്ര ശക്തമാണെങ്കിലും ലോക ജനത തള്ളിക്കളയും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് ട്രംപ് അനുഭവിക്കുന്ന ഈ നാണക്കേട് എന്നുള്ളതിൽ സംശയമില്ല. ഇനിയെങ്കിലും പാഠം പഠിക്കുകയും ലോകത്തിലെ പോലീസാണ് എന്നുള്ള ധാരണ മാറ്റി മറ്റ് രാജ്യങ്ങളെയും
തൻ്റെ രാജ്യം പോലെയാണ് എന്ന് അംഗീകരിക്കാനുള്ള ഒരു വിശാല മനസ്ഥിതി അദ്ദേഹത്തിനുണ്ടായില്ലെങ്കിൽ അത് അദ്ദേഹത്തിന് പകർന്നു കൊടുക്കാൻ അമേരിക്കൻ ജനത തയ്യാറാകും എന്ന് നമുക്ക് വിശ്വസിക്കാം.